ക്യാപ്റ്റനായ സംവിധായകൻ ഡ്രഗ്സിനടിമയാണെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ ലഹരിമയം തന്നെ. തനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു മനുഷ്യൻ. ഇത്രയും കാലം കൂടെ താമസിച്ചിട്ടും സ്വബോധത്തോടെ അദ്ദേഹത്തെ കണ്ടത് ചുരുക്കം ചില നിമിഷങ്ങളിൽ മാത്രം. പ്രസ്തുത നടന് ഡ്രഗ്സ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റില്ലെന്ന് കൂടെ അഭിനയിക്കുന്ന വ്യക്തികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമസ്കാരം, ഏവർക്കും ഗ്രാഫ് ചേഞ്ചറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈയിടെ ബാംഗ്ലൂരിൽ നിന്നും കൂട്ടുകാരികളോടൊപ്പം തന്റെ സിനിമാ സുഹൃത്തുക്കളെ കാണാൻ വന്ന ബ്ലെസി എന്ന യുവതി എറണാകുളത്തെ ഒരു ഫ്ളാറ്റിൽ നിന്നും സിന്തറ്റിക് ഡ്രഗ്സുമായി പോലീസ് കസ്റ്റഡിയിലായി. വാർത്താ മാധ്യമങ്ങളിൽ വന്ന ഈ ചൂടൻ വാർത്ത ആരും മറന്നു കാണാൻ വഴിയില്ല. കൊല്ലത്തുള്ള ഒരു ബിഷപ്പിന്റെ അടുത്ത ബന്ധു കൂടിയാണ് പ്രതിയാക്കപ്പെട്ട ബ്ലെസി. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് യുവനടൻ ഷൈൻ ടോം ചാക്കോവിനെയും തൊണ്ടിയോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിൽ ശിക്ഷ നൽകിയത്. കൊല്ലത്ത് നിന്നും പഠനാർത്ഥം ബാംഗ്ലൂരുവിലെത്തിയ ബ്ലെസി അവിടുത്തെ പബ്ബിലും DJ പാർട്ടികളിലും ഒരു പ്രധാന കണ്ണിയായിരുന്നു. കേരളത്തിലെ ന്യൂജൻ സിനിമാക്കാരുമായുള്ള ബന്ധമാണ് ലഹരി മാഫിയയുടെ കാരിയറായി മട്ടാഞ്ചേരിയിൽ ബ്ലെസിയെ ഒരു സിനിമാ കേന്ദ്രത്തിൽ എത്തിച്ചത്. അന്ന് ഷൈൻ ടോം ചാക്കോവിനെ ഏതാനും യുവതികളോടൊപ്പം പിടികൂടിയെങ്കിലും പിടിക്കപ്പെടാത്ത ഒരുപാട് ആൺ പെൺ പ്രതികൾ ഇപ്പോഴും സിനിമാ രംഗത്തുണ്ട്. പ്രത്യേക ശൈലിയിൽ അഭിനയിച്ച് താരനിരയിൽ തന്റേതായ ഒരു സ്ഥാനം കരസ്ഥമാക്കിയ രഘുവരൻ എന്ന നടനെയാണ് പല യുവ നടന്മാരും മാതൃകയായി പിന്തുടരുന്നത്. അദ്ദേഹത്തിന്റെ ടൈമിംഗ്, അഭിനയ മികവും എല്ലാം ലഹരിയുടെ ആംബിയറിലാണെന്ന് ഇക്കൂട്ടർ സമർത്ഥിക്കുന്നു. 49ാമത്തെ വയസ്സിൽ ഡ്രഗ്സിനടിമയായി അകാല മരണം സംഭവിച്ച നടനാണ് രഘുവരൻ. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന രഘുവരൻ കക്ക എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും തമിഴ്, തെലുങ്കു എന്നീ ഇതര ഭാഷ ചിത്രങ്ങളിലൂടെയാണ് പക്ഷെ പ്രസിദ്ധനാവുന്നത്. തന്റേതായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഒരു പ്രതിഭ തന്നെയായിരുന്നു രഘുവരൻ. രഘുവരനെ പോലെ ലഹരി ഉപയോഗിച്ചാൽ ആഴത്തിൽ കഥാപാത്രത്തിൽ എത്താനും തന്മയത്വത്തോടെ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാനും ഒരുതരം എനർജി ലഭിക്കുമെന്ന് ചില യുവനടന്മാർ അവകാശപ്പെടുന്നു. കോമഡി കലർന്ന സപ്പോർട്ടിംഗ് വേഷങ്ങൾ ചെയ്ത് ക്യാരക്ടർ റോളിലും പിന്നെ ഹീറോ ആയും അതിനുശേഷം നിർമ്മാതാവും കൂടിയായ നടൻ പ്രധാന വേഷം ചെയ്തുകൊണ്ടിരുന്ന ചിത്രത്തിൽ തന്റെ കയ്യിലുള്ള മരുന്ന് തീർന്നതും അതിന്റെ അടുത്ത ഡോസ് കിട്ടാത്തതിനാൽ സ്വയം പാക്കപ്പ് പറഞ്ഞ് ലൊക്കേഷനിൽ നിന്ന് മുങ്ങിയ സമയം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നടന് വേണ്ടപ്പെട്ട അനുകൂലിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ ആയിരുന്നു ആ സെറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചാ വിഷയമായില്ല. ഇത്തരം സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ചില യുവനടന്മാർ. തങ്ങളെ അറിയുന്ന, തങ്ങളോടൊപ്പം കൂടുന്ന സാങ്കേതിക പ്രവർത്തകരുമായി സഹകരിക്കാനാണ് ലഹരിക്ക് അടിമകളായ ന്യൂജൻ നടന്മാരിൽ പലർക്കും താല്പര്യം. ഈയിടെ ഷെയ്ൻ നിഗത്തിനും ശ്രീനാഥ് ഭാസിക്കുമെതിരെ സംഘടനകൾ വിലക്ക് കൽപ്പിച്ചപ്പോൾ സിനിമാ ലൊക്കേഷനുകളിൽ ഡ്രഗ്സ് ഉപയോഗം കണ്ടെത്താൻ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി പോലീസ് സഹായം ആവശ്യപ്പെടണമെന്ന് നിർമ്മാതാക്കളും ചേംബർ ഭാരവാഹികളും ഒറ്റക്കെട്ടായി പറഞ്ഞു. എന്നാൽ നടന്മാരുടെയും ടെക്നീഷ്യൻസിന്റെയും സംഘടനകൾ ഇതിനോട് മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. ഷെയ്ൻ നിഗത്തിന്റെ അമ്മ സിനിമാ ലൊക്കേഷനിൽ വന്ന് സംവിധായകനും നിർമ്മാതാവിനും തലവേദന ഉണ്ടാക്കുന്നു എന്ന ചില ആരോപണങ്ങൾ ഈയിടെ ഉയർന്നു വന്നിരുന്നു. RDX നിർമ്മാതാവിന്റെ പരാതിയെ തുടർന്ന് സംഘടനകൾ ഇതിന്റെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തങ്ങളുടെ സിനിമാ ലൊക്കേഷനിൽ ഇതേ ഷെയ്ൻ നിഗം ഒരു പ്രശ്നക്കാരനായിരുന്നില്ല എന്നാണ് ഷൂട്ടിംഗ് തീർന്നു നിൽക്കുന്ന ബെർമോഡയുടെ സംവിധായകൻ രാജീവ് കുമാറും നിർമ്മാതാക്കളും പറയുന്നത്. സൺറൈസ് ഷോട്ട് എടുക്കാൻ വെളുപ്പാങ്കാലത്ത് വരണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഷെയ്ൻ സെറ്റിലെത്തുമെന്നാണ് അവർ പറയുന്നത്. പ്രിയദർശൻ തന്റെ പടത്തിലേക്ക് ഷെയ്ൻ നിഗത്തിനെ കാസ്റ്റ് ചെയ്തപ്പോൾ പലരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്തിരുന്നു. പക്ഷേ രാജീവ് കുമാർ കൊടുത്ത ഗ്യാരണ്ടിയിലാണത്രേ കൊറോണ പേപ്പേഴ്സ് എന്ന ചിത്രത്തിൽ പ്രിയദർശൻ സഹകരിപ്പിച്ചത്. മോന്തായം വളഞ്ഞാൽ പിന്നെ എല്ലാം വളയും എന്നൊരു ചൊല്ലുണ്ട്. ക്യാപ്റ്റനായ സംവിധായകൻ ഡ്രഗ്സിനടിമയാണെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ ലഹരിമയം തന്നെ. 7 ആർട്സിന്റെ സ്ഥിരം കൺട്രോളറായ വ്യക്തി മട്ടാഞ്ചേരി പശ്ചാത്തലമാക്കി ഒരു ചിത്രം നിർമ്മിക്കുകയുണ്ടായി. അതിൽ അഭിനയിച്ചത് താരമൂല്യമുള്ള 2 ജോഡികൾ. ഷൂട്ടിംഗ് കഴിഞ്ഞവർക്ക് നല്ല മുറിയും നല്ല ഭക്ഷണവും സിനിമയിൽ പണ്ടേയുള്ള കീഴ്വഴക്കമാണ്. പക്ഷേ പ്രസ്തുത ചിത്രത്തിൽ ആർക്കും സെപ്പറേറ്റ് മുറി ആവശ്യമില്ല. കൂട്ടത്തോടെ താമസിക്കുന്നു, കൂട്ടത്തോടെ ഭക്ഷിക്കുന്നു, നേരം വെളുക്കുന്നത് വരെ ലഹരി ചർച്ചകളും.
സിനിമയിലെ പുതിയ രീതികൾ കണ്ട് ആ പഴമക്കാർ ഞെട്ടിയത്രേ. മലയാളത്തിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു പ്രശസ്ത സംവിധായകന്റെ മകൻ നടന്റെ മിടുക്കുകൊണ്ട് ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷകളിലും വെന്നിക്കൊടി പറിച്ച് മുന്നേറുന്നു. പ്രസ്തുത നടന് ഡ്രഗ്സ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റില്ലെന്ന് കൂടെ അഭിനയിക്കുന്ന വ്യക്തികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ലഹരി മയത്തിൽ നടൻ ഫലിപ്പിച്ച വേഷങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായതുകൊണ്ട് സിനിമാ വൃത്തങ്ങളിൽ ആർക്കും പരാതിയില്ല. അമിതമായ ഡ്രഗ്സ് ഉപയോഗം കാരണം തനിക്ക് അടുത്തറിയാവുന്ന ഒരു നടന്റെ പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങിയെന്ന് ടിനി ടോം എന്ന നടന്റെ വെളിപ്പെടുത്തൽ ഈയിടെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മോചിതനാകാൻ പറ്റാത്ത ഒരു നീരാളി പിടുത്തത്തിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നത് എന്ന ബോധത്തോട് തന്നെയാണ് ആ യുവനടൻ ഇപ്പോഴും ഡ്രഗ്സിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തൊരു സിനിമാ താരനോടൊപ്പം അഭിനയിച്ചപ്പോ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്, അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലെ പല യുവ സൂപ്പർ താരങ്ങളും ആൺപെൺ ഭേദമന്യേ സിന്തറ്റിക് ഡ്രഗ്സിൽ പൂർണ്ണമായും അടിമപ്പെട്ടവരാണ്. അഭിനയത്തിന് മാത്രമല്ല സെക്സിന് പോലും ഇവർ ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നു. മലയാളത്തിൽ ലഹരിയുടെ എനർജിയിൽ പെർഫോം ചെയ്ത രഘുവരനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന യുവ നടന്മാരൊന്നും ആ നടന്റെ ദയനീയമായ അന്ത്യത്തെ പറ്റി അന്വേഷിച്ചു കാണില്ല. സ്വന്തം ഭർത്താവിന്റെ ദാരുണമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന രോഹിണി എന്ന നടിക്ക് മാത്രമേ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗം എത്രമാത്രം മാരകമാണെന്ന് അനുഭവിച്ചറിവുള്ളൂ. രഘുവരൻ ഒരു നല്ല ആർട്ടിസ്റ്റാണ്, പക്ഷെ നല്ല പേഴ്സൺ അല്ല. തനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു മനുഷ്യൻ. ഇത്രയും കാലം കൂടെ താമസിച്ചിട്ടും സ്വബോധത്തോടെ അദ്ദേഹത്തെ കണ്ടത് ചുരുക്കം ചില നിമിഷങ്ങളിൽ മാത്രം. ഇത് രോഹിണിയുടെ വാക്കുകളാണ്. 1982 കക്ക എന്ന ചിത്രത്തിലൂടെ രഘുവരനോടൊപ്പം ജോഡിയായി അഭിനയിക്കുന്നത്. 15 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ 1996 ഇരുവരും വിവാഹിതരായി. തന്റെ ഭർത്താവ് പൂർണ്ണമായും ലഹരിക്ക് അടിമയാണെന്ന് മനസ്സിലാക്കിയത് വിവാഹശേഷമായിരുന്നു എന്ന് രോഹിണി വ്യക്തമാക്കുന്നു. 1998 മകൻ പിറക്കുന്നത്. തന്റെ അപേക്ഷ പ്രകാരം ആ സമയത്ത് കുറച്ച് നിയന്ത്രിച്ചെങ്കിലും പിന്നീട് വീണ്ടും പഴയതുപോലെയായി. പക്ഷേ അഭിനയ രംഗത്ത് തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തി ഓരോ വേഷങ്ങളും വ്യത്യസ്തമാക്കുന്ന രഘുവരനെ ഭാര്യയായിട്ട് കൂടിയും താൻ പോലും ആരാധിച്ചിട്ടുണ്ട് എന്ന് രോഹിണി സമ്മതിക്കുന്നു. രജനീകാന്തിന്റെ ഭാഷ എന്ന ചിത്രത്തിലെ മാർക്ക് ആന്റണി ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു വേഷമായിരുന്നു. മുത്തു, മുതൽവൻ, കാതലൻ, തിരുമലൈ, ഭീമ അങ്ങനെ തമിഴിൽ ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നടന്റെ പേരിലുണ്ട്. തെലുങ്കു, കന്നഡ എന്നിങ്ങനെ ഇതര ഭാഷ ചിത്രങ്ങൾ വേറെയും. മലയാളത്തിൽ ദൈവത്തിന്റെ വികൃതി, വ്യൂഹം എന്നിങ്ങനെ ശ്രദ്ധേയമായ ചില ചിത്രങ്ങളിലും ഈ നടൻ അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിലാണ് ഷൂട്ടിംഗ് എങ്കിൽ പലപ്പോഴും ചിത്രീകരണം കഴിഞ്ഞ് ഗൺപത് ഹോട്ടലിനോട് ചേർന്നുള്ള തന്റെ ഓഫീസിലാണ് രഘുവരൻ രാത്രികാലങ്ങളിൽ തങ്ങിയിരുന്നത്. 3 മണി വരെ ഉറക്കമൊഴിച്ചിരിക്കുന്നതായിരുന്നു ശീലം. ഏകാന്തതയ്ക്ക് കൂട്ടിരിക്കാൻ ലഹരിയും. അസുഖം പിടിപെട്ടപ്പോൾ രോഹിണി തന്നെ നിർബന്ധിച്ച് രഘുവരനെ പീരിയോഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുമായിരുന്നു. ഡ്രഗ്സ് ബ്രെയിനിൽ ഇഫക്റ്റ് ചെയ്തോ എന്തോ ഒരുതരം സൈക്കോ അപ്രോച്ച് ആയിരുന്നു ഈ നടൻ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നത്. ഏക മകൻ ഋഷിവരന്റെ ഭാവി ഓർത്ത് 2004 രോഹിണി രഘുവരനുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി. ഭാര്യയും മകനും തന്നിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ നടന്റെ ജീവിതം വീണ്ടും പുത്തഴിഞ്ഞു. രോഹിണിയുമായി പിരിഞ്ഞെങ്കിലും മകൻ ഋഷിവരനുമായി നല്ലൊരു മാനസിക അടുപ്പത്തിലായിരുന്നു രഘുവരൻ. അച്ഛനുമായുള്ള ബന്ധം നിലനിർത്താൻ രോഹിണി തന്നെയായിരുന്നു മകനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. വിക്രം നായകനായ കന്ദസ്വാമി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് രഘുവരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മകൻ വീട്ടിലില്ലാത്തതിനാൽ രോഗവിവരം അറിയിക്കാതെ ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്ന് 10ാം ദിവസം മരണം സംഭവിച്ചു. അച്ഛന്റെ സിനിമാ ജീവിതം ഓർത്ത് മകൻ ഋഷികേശ്വരനെ സിനിമയിൽ കൊണ്ടുവരരുത് എന്ന ശപഥം മനസ്സിൽ നോറ്റാണ് രോഹിണി മകനെ വളർത്തിയത്. ഇപ്പോൾ അമേരിക്കയിൽ മെഡിസിൻ വിദ്യാർത്ഥിയാണ് ഋഷിവരൻ. രാസലഹരിക്ക് അടിമപ്പെട്ട യുവനടന്മാർക്കുള്ള ഒരു സന്ദേശമാണ് രഘുവരന്റെ ജീവിതം. കരിയർ ഗ്രാഫിലെ ഉയർച്ച വെറുതെ ആയി പോവും. രഘുവരന് സംഭവിച്ചതുപോലെ അകാല മൃത്യുവായിരിക്കും അവരെ തേടിയെത്തുക. പക്ഷേ ഇപ്പോൾ ചാനലുകൾക്കും OTT കമ്പനികൾക്കും ദിലീപ് ചിത്രങ്ങൾ വേണ്ട എന്നതാണ് ദയനീയമായ ഒരു മറുവശം.
കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.